എറണാകുളത്തും പുതുവൈപ്പിനിലും നടന്ന പോലീസ് അടിച്ചമർത്തലിനെ ന്യായീകരിച്ചും മഹത്വവൽക്കരിച്ചും സിപിഐഎമ്മും പോലീസ് മേധാവിയും. ആദ്യം നരവേട്ടയ്ക്ക് എന്തൊക്കെ ന്യായങ്ങളാണ് നിരത്തുന്നത് എന്ന് കേൾക്കാം. പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ് ഈ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി വരുന്ന ദിവസം മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു സംഘം ആളുകൾ കടന്നു വരാൻ ശ്രമിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ പ്രധാനമന്ത്രി വന്ന ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് ജൂൺ 17-ാം തീയതി. അന്ന് എറണാകുളത്ത് ഒരു സമരവും ഉണ്ടായിട്ടില്ല, പോലീസ് മർദ്ദനവും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി വരുന്നതിന് തലേന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതും ആദ്യത്തെ സംഭവമല്ല. പ്രധാനമന്ത്രി വരുന്നതിന് തലേന്നാണ് രണ്ടാമത്തെ മർദ്ദനം ഉണ്ടായത്. ആദ്യത്തെ മർദ്ദനം അതിനു മുൻപ് 14-ാം തീയതി ബുധനാഴ്ചയാണ് ഉണ്ടായത്. ഇനി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് കേൾക്കൂ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക് വരാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന ചർച്ചയാകുമായിരുന്നില്ല നടക്കുക. പ്രധാനമന്ത്രിക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിധത്തിലുള്ള പ്രശ്നത്തിലേക്ക് മാറുമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വേദിക്കരികിലേക്ക് പുതുവൈപ്പിൽ സമരം ചെയ്ത ആരും ഒരു ദിവസവും എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിക്ക് 5 കിലോമീറ്റർ അപ്പുറത്ത് എറണാകുളം നഗരത്തിലെ ഹൈക്കോടതി ജംഗ്ഷനിലായിരുന്നു പ്രകടനം. അത് 14-ാം തീയതിയുടെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനമാണ്. ആ പ്രകടനമാണ് തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമായി സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കാണുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. പോലീസ് ഒരു സ്ഥലത്ത് ഇത്തരം പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പോലീസിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പോലീസിനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുക, പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. അത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ നീക്കമാണ്. 16-ാം തീയതി നടന്ന മുഴുവൻ സംഭവങ്ങളും മാധ്യമങ്ങളുടെ ക്യാമറയിലുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും പോലീസിനെ കല്ലെറിയാനോ പോലീസിനെ കല്ലെറിഞ്ഞ് പിന്തിരിപ്പിക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിക്രമം നടത്താനോ സമരക്കാർ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വരുന്ന വേദി അതിന് 5 കിലോമീറ്റർ അപ്പുറമാണ്. അന്നല്ല പ്രധാനമന്ത്രി വരുന്നത്, അതിന്റെ പിറ്റേന്നാണ്. ആ വേദിയിലേക്ക് പോകാനുള്ള ഒരു ഉദ്യമവും ആ സമരക്കാർ അവിടെ നടത്തിയിട്ടില്ല എന്ന് വ്യക്തം. ഇനിയും അദ്ദേഹം പറയുന്നത് കേൾക്കൂ. അപ്പൊ ചർച്ച ചെയ്ത് പരിഹരിക്കാന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ചർച്ചയ്ക്ക് അവസരം കൊടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. ആ നിലപാട് ശരിയല്ല. സമരസമിതിക്കാർ അവരുടെ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. വളരെ ലളിതമാണ് ഇക്കാര്യം. സമരസമിതിക്കാർക്ക് ചർച്ചയില്ല എന്നൊരു നിലപാടില്ല. അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ കാര്യം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് മുഖ്യമന്ത്രിയുമായി എന്നുള്ളതാണ്. അവരുടെ പ്രശ്നം അവരെ സംബന്ധിച്ച് രേഖാമൂലമുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമായിരുന്നു. അറിയിപ്പ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെ ചർച്ചയ്ക്ക് വരും എന്നാണ് അവർ ഇന്നലെ ചോദിച്ചത്. അവർക്ക് ഇന്നലെ വൈകുന്നേരം അത് സംബന്ധിച്ച അറിയിപ്പ് കിട്ടി. അവർ ചർച്ചയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണന് അതാരും അറിയിച്ചു കൊടുക്കാത്തതാണോ എന്നറിയില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആ പ്രശ്നത്തിൽ ഇടപെട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ബുധനാഴ്ച ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞതാണ്. ആ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഇത്തരമൊരു സമരം അവർ ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ബുധനാഴ്ച ചർച്ച നടത്താമെന്ന അറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്ന് സ്ഥലം MLA ഈ സമരക്കാരെ അറിയിക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച 3ാമത്തെ ലാത്തിച്ചാർജും കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ ലാത്തിച്ചാർജിന് ആസ്പദമായ സംഭവം അതിനു മുൻപ് എങ്ങനെയാണ് ഇല്ലാതാവുക? അത് ഒരുപക്ഷെ CPIM തന്നെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ വൈകുന്നേരം രേഖാമൂലം ലഭിച്ച ഉറപ്പ് അതിന്റെ തലേദിനം രാത്രിയിൽ മാത്രം അറിയിച്ചിട്ടുള്ള ഒരു കാര്യത്തെ വിശ്വസിച്ച് അവർക്ക് 4 ദിവസം മുൻപ് സമരം നിർത്താൻ സാധിക്കില്ലല്ലോ. ഹൈക്കോടതിയിൽ സമരസമിതിക്കാർ നൽകിയത് ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല എന്നുള്ളതാണ്. ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് തന്നെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അത് സമരക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറപ്പും ഹൈക്കോടതിക്കെന്നല്ല ഒരു കോടതിക്കും സമരക്കാർ കൊടുത്തിട്ടില്ല. അവരങ്ങനെ ഒരു സബ്മിഷനും ഒരു കോടതിയുടെ മുൻപാകെയും നടത്തിയിട്ടുമില്ല. ഇതാണ് എറണാകുളത്ത് നടന്ന പോലീസ് തേർവാഴ്ചയെ വിശദീകരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന 6 കള്ളങ്ങൾ. ഇനി കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നതുപോലെ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഇതേക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. നോക്കെ, ഈ വൈപ്പിൻ സംഭവത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ? നിങ്ങൾ എന്താ ചെയ്തത്? പുതുവൈപ്പിനിലെ കാര്യം യതീഷ് ചന്ദ്രയുടെ കാര്യം ക്ലിപ്പ് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് കൊടുത്തു. യതീഷ് ചന്ദ്ര വൈപ്പിനിൽ പോയിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ ആ സത്യം പറയൂ. യതീഷ് ചന്ദ്ര എപ്പോഴാണ് വൈപ്പിനിൽ പോയതെന്ന് നിങ്ങൾ ആദ്യം പറയൂ. വൈപ്പിനിൽ പോയി എന്ന് ആരാണ് പറഞ്ഞത് സാർ? യതീഷ് ചന്ദ്ര വൈപ്പിനിൽ പോയി എന്നാരും പറഞ്ഞിട്ടില്ല. യതീഷ് ചന്ദ്ര എറണാകുളം നഗരമധ്യത്തിൽ സമരക്കാർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അതിനാണ് അങ്ങ് മാധ്യമങ്ങളോട് യതീഷ് ചന്ദ്ര വൈപ്പിനിൽ പോയി എന്ന് നിങ്ങൾ എന്തിനു പറയുന്നു എന്ന് ചോദിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കും. ഇവിടെ പ്രധാനമന്ത്രി വന്ന ദിവസം വാസ്തവത്തില്
വലിയൊരു ത്രെട്ട് പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ദിവസം പെട്ടെന്ന് കയറി പ്രധാനമന്ത്രി പോകുന്ന റൂട്ടില് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി വന്ന 17-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വ്യോമസേന താവളം മുതൽ എറണാകുളം പാലാരിവട്ടം വരെയുള്ള ആ റൂട്ടിൽ ഒരിടത്തും ഒരു സംഘർഷവും, ഒരു തള്ളിക്കയറ്റവും, ഒരു സമരവും, ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. എറണാകുളം സമരത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും അതുപോലെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സമരത്തെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചമർത്തലിന് ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇതാണ് ഇന്ന് എഡിറ്റേഴ്സ്